Bye bye. എന്റെ കൂടെ ഇരിക്കുന്നത് നവീൻ പോൾ ഫ്രം കോട്ടയം. ഞാൻ കോട്ടയംകാരനാണ്. നവീൻജി ഇന്നലെ ഞാൻ ഇവിടുത്തെ തെങ്കപ്പാനി ഗോൾഡൻ ടെമ്പിളിന്റെ പ്രൊമൈസസിൽ ഈവനിങ്ങിലെ കണ്ടുമുട്ടിയെ. While roaming around this temple premises, just luckily I have got a fellow having long beard here only, and he is. My name is Naveen Paul and I'm from Kottayam. ഞാൻ കോട്ടയത്തു നിന്ന് വന്നിട്ട് 3.5 വർഷമായി. I'm on a cycle journey around India. So covering almost 23 states and 18,000 kilometers. And this is the father. Yeah, father from Bethany College, Namsai, very famous college, which is at Manma village only. This is Father George. George Perumanur. Perumanur. Yes. He is also actually basically from Kottayam only, our own districts, but recently he has been migrated to Malabar. To Malabar, northern part of Kerala. Yes, that's right. Kanjangad, yes. Town Kanjangad. ഇദ്ദേഹത്തിന്റെ എന്താ പ്രത്യേകത, ഞാൻ എന്താ ഇന്റർവ്യൂ എടുക്കുന്ന വെച്ചാൽ, ഇദ്ദേഹം കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ സൈക്കിളും കൊണ്ട് ഭാരത് പര്യടനമാണ്. അതായത് 23 സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് 3.5 വർഷം കൊണ്ട് ഇവിടെ ഈ അരുണാചലിൽ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ എത്തിയിരിക്കുകയാണ്. നാംസായി ഡിസ്ട്രിക്റ്റിൽ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ യാത്രാനുഭവങ്ങളും അദ്ദേഹത്തിന് ഒത്തിരി പറയാൻ കാണും. 3.5 വർഷമായിട്ട് യാത്ര ചെയ്യല്ലേ സൈക്കിളിൽ, എന്തെല്ലാം അനുഭവം പങ്കുവെക്കാൻ കാണും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും ഇത് ലാസ്റ്റ് വരെ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനലിന്റെ പേരാണ് SK The Explorer. നവീൻജി, most welcome to the channel SK The Explorer. Young and energetic, dynamic BTech professional, BTech in mechanical engineering. സ്വന്തം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ മാറ്റിവെച്ചുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന അതിബൃഹത്തായ ആ ഫീൽഡിലേക്ക് സ്വന്തം ഹോബി എന്ന് പറയാം അല്ലെ, ഹോബി ടേൺ കരിയർ. ദാറ്റ്സ് എ പോയിന്റ്. ഹോബി ടേൺ കരിയർ ആ ലക്ഷ്യത്തോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി അല്ലേ. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. സോ എന്റെ പേര് നവീൻ പോൾ. ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആണ് പ്രൊഫഷണലി. സോ കഴിഞ്ഞ 3.5 വർഷം ആയിട്ട് March 3rd, 2021 ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് എന്റെ സൈക്കിളുമായിട്ട് കോട്ടയത്ത് നിന്ന്. സോ കവറിംഗ് 23 സ്റ്റേറ്റ്സ്. 18,000 കിലോമീറ്റർ ക്രോസ് ചെയ്ത് 18,000 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്തു സൈക്ലിംഗ്. ഓക്കെ. ആൻഡ് ഐ ഹാവ് കം ടു അരുണാചൽ പ്രദേശ് നൗ. ക്വാളിഫിക്കേഷൻ, ബച്പൻ, ചൈൽഡ്ഹുഡ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞ് now for past 8-9 years I am a complete professional photographer. മെക്കാനിക്കൽ എഞ്ചിനീയർ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ്. സ്വന്തം ഹോബി അല്ലേ ഇത്? Hobby ആയിട്ട് and as well as it's become a passion also. Exactly, that's why I'm asking about hobby. എങ്ങനെയാ ഇത് മനസ്സിലേക്ക് കയറി വന്നേ ഈ ഒരു ചിന്ത? അതായത് സ്വയം പഠിച്ചു വന്ന തൊഴിൽ മേഖല ഉപേക്ഷിച്ചിട്ട് ഈ സൈക്ലിങ്ങും അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു മോട്ടിവേഷൻ എവിടെ നമുക്ക് കിട്ടിയേ? ആക്ച്വലി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ലോങ് ബൈക്ക് റൈഡ്സ് പോകാൻ ഇഷ്ടമായിരുന്നു. മോട്ടോർ സൈക്കിൾ ടൂറിങ് അതൊക്കെ. സോ എന്റെ ഫ്രണ്ട് ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. സോ ഈ ഹാഡ് എ ക്യാമറ. അപ്പൊ ഞാൻ പുള്ളിയുടെ ക്യാമറ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുമായിരുന്നു. സോ അത് തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എല്ലാവരും നല്ല എന്ന് പറഞ്ഞ് ഒരു അപ്രിസിയേഷൻ കിട്ടി. സോ ദെൻ ഐ ലൈക്ക് വാട്ട് ഐ ഡിഡ്. സോ ഫ്യൂച്ചർ ചെറുപ്പം മുതലേ ഞാൻ ഈ നാച്ചുറൽ ജിയോഗ്രഫിക്കും മാനുവൽ പ്ലാന്റ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നതായിരുന്നു. സോ ഓൾവേസ് സംവാട്ട് ഈ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഐ വാണ്ടഡ് ടു ടെൽ സ്റ്റോറീസ് ത്രൂ മൈ ഫോട്ടോസ്. സോ അങ്ങനെ വന്നതാണ്. സോ അപ്പൊ ജീവിതത്തില് നാഷണൽ ജിയോഗ്രഫിയും ഡിസ്കവറി ചാനലും അതിന്റെ മുകളിലായിട്ട് ക്ലോസ് ഫ്രണ്ട്സും വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടല്ലേ? പറയാറുള്ള എല്ലാവരുടെ ഒരു നേട്ടത്തിന്റെ പുറകില് എപ്പോഴും ഒരു നല്ലൊരു ഫ്രണ്ട് കാണും, അല്ല നല്ലൊരു ബന്ധു കാണും എന്ന് പറഞ്ഞ പോലെ. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച അദ്ദേഹത്തിന്റെ പേരെന്തുവാ, മോട്ടിവേഷൻ കിട്ടിയ ആ ക്യാമറ സ്വന്തമായിട്ടുള്ള ആളുടെ പേരെന്തായിരുന്നു? ആന്റണി എന്ന് പറഞ്ഞു. ആന്റണി ഇപ്പൊ എന്തെടുക്കുന്ന? ആന്റണി ഇപ്പൊ US-ലാണ്. ആന്റണി ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നവീൻജി അയച്ചു തരും ഈ വീഡിയോ. ആന്റണിയുടെ പേര് എടുത്തിട്ടുണ്ട് ഇവിടെ. ആന്റണി ഈസ് എ ബിഗ് മോട്ടിവേറ്റർ ഫോർ അവർ നവീൻജി.
ഓക്കെ. വീട്ടുകാരെന്ത് പറയുന്നു നമ്മളെ ഈ സ്വന്തം തൊഴിലെല്ലാം കളഞ്ഞിട്ട് അമ്മ പപ്പ സൈക്കിൾ ജേർണി തുടങ്ങുന്ന മുമ്പേ ഞാൻ ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു ആസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഓക്കെ. ഫോട്ടോഗ്രാഫർ ആയിട്ട്. സോ അപ്പം വീട്ടിൽ നിന്ന് പൊതുവെ മാറിയാ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ളൂ. അവരെ ഓർമ്മിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. എന്തൊന്നും അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ? ഡെയിലി കോൺടാക്ട് ചെയ്യണം. വീട്ടിൽ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അവര് അതാ പറഞ്ഞ ലൈക്ക് ജസ്റ്റ് അപ്ഡേറ്റ്. അതാ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ അതെ. കോട്ടയം ഡിസ്ട്രിക്ട്, കോട്ടയത്ത് എവിടെയാണ് ജന്മനാട് എവിടെയാണ്? കോട്ടയം ടൗൺ തന്നെയാ. ടൗണിൽ തന്നെ. കോട്ടയം ടൗൺ എന്റെയും സുപരിചിതമായ നാടാണ്. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റേഴ്സ് ദൂരമാണ്. ഞാൻ പമ്പാടിക്കാരനാണ്. അത് ഞാനിവിടെ കഴിഞ്ഞ 34 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിൽ വന്നു കയറിയതാണ്. ഇപ്പോ വൈസ് പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ കിട്ടി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മഹാദപുരം ഞാൻ വർക്ക് ചെയ്യുന്നു. ഇനി 10 മാസം എന്റെ സർവീസ് ഉള്ളൂ. അതിനിടയ്ക്ക് നവീൻജി ഇൻസിഡന്റിൽ കണ്ടുമുട്ടി. വളരെ എന്താ പറയുക, സന്തോഷമാണ് എനിക്ക്. ഓക്കെ നവീൻജി, നമുക്കിനി കടക്കാം കാര്യത്തിലേക്ക്. അതായത് 23 സ്റ്റേറ്റ്സ് കവർ ചെയ്തല്ലേ? എന്താ അനുഭവം? എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തേ? ഒന്ന് വിവരിക്കാവോ? ഞാൻ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തു. Then I entered, ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ ഡേറ്റും സമയവും? കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തേ March 3rd, 2021. മാർച്ച് 2021 കൊറോണ പീരീഡിൽ അല്ലേ? കൊറോണ ഫസ്റ്റ് വേവ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം വീട് സ്റ്റാർട്ട് ചെയ്തേ. ഫ്ലാഗ് ഓഫ് ചെയ്തേ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇരിക്കട്ടെ, വലിയൊരു ബിഗ് സല്യൂട്ട് അമ്മയ്ക്ക്. ഓക്കെ, അമ്മയുടെ പേരെന്താ? നീറ്റ പോൾ. അച്ഛന്റെ പേര്? സുരേഷ് കുമാർ. ഓക്കെ റൈറ്റ്. പറഞ്ഞോളൂ. അപ്പൊ കോട്ടയത്ത് നിന്ന് ഇറങ്ങി നമ്മൾ യാത്ര തുടങ്ങി. ഫസ്റ്റ് തമിഴ്നാട് കയറി കാണും അല്ലേ? അല്ല, ഫസ്റ്റ് ഞാൻ കർണാടക സൈഡ് പോയി. ഞാൻ വെസ്റ്റേൺ ബെൽറ്റ് വഴിയാ പോയി. ഓക്കെ, മൈസൂർ വഴി. മൈസൂർ പോയില്ല. ഐ വെന്റ് ത്രൂ ഉടുപ്പി കോസ്റ്റൽ. ഓക്കെ. കോസ്റ്റൽ റൂട്ട് പിടിച്ചാ പോയത്. ഈ യാത്രാ അനുഭവങ്ങൾ ഈ 23 സ്റ്റേറ്റ്സ് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ചൈന ബോർഡറാണ്. എൻഡിങ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയും കുറച്ച് ഒരു 6 സ്റ്റേറ്റ്സും കൂടെ കവർ ചെയ്യാനുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ യാത്രാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. പല വിഭിന്ന ഭാഷയുള്ള ആൾക്കാര്, സംസാരിക്കുന്ന ആൾക്കാര്, വിവിധ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാര്, അവരുടെ ജീവിത രീതികള്, അവരുടെ എന്താ പറയാ ഫുഡ്, ഡിഫറെന്റ് ഫുഡ്സ്, അതെല്ലാം എൻജോയ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലേ ഈ യാത്രയിൽ അല്ലേ? അതായത് നമ്മൾ ഇഫ് യു കവർ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്സ്, ബി മെറ്റ് പീപ്പിൾ ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജ്, ദെൻ ഫുഡ്, ദെൻ ദെയർ വേ ഓഫ് ടോക്കിംഗ്, സോ മെനി ഡൈവേഴ്സിറ്റീസ് ആർ ദെയർ. ഹൗ ഡു യു എൻജോയ് ദാറ്റ് ഡൈവേഴ്സിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ട്രിപ്പിന് പോകുമ്പം മൈൻഡ് നമ്മൾ റെഡിയാക്കണം. ലൈക്ക് വി ഹാവ് ടു ബി എൻഡ്യൂറിങ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തും കഴിക്കാൻ റെഡി ആയിരിക്കണം. പിന്നെ എനിക്ക് കൂടുതൽ ഈ ജേർണിയിൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടണമായിരുന്നു. അപ്പം അവരുടെ ജീവിത രീതി കണ്ടുപിടിക്കണം. അപ്പം അതൊക്കെയായിരുന്നു എന്റെ ഈ പ്രോജക്റ്റിന്റെ മെയിൻ എയിം. സോ അപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ മൈൻഡ് നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തു. അപ്പം ഫിസിക്കലി എനിക്ക് ട്രെയിൻ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പേ ഞാൻ 1 മാസം ട്രെയിൻ ചെയ്തായിരുന്നു സൈക്ലിങ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. സോ I am first of all, each type of project na irangumbo we have to set our mind. We have to be adjustable. Mind set up. We have to prepare the mind, mind and body. Yes. Before starting this kind of expedition, one has to make up the body and the mind. That's very important. അതൊരു സന്ദേശമാണ്, മെസ്സേജ് ആണല്ലേ എല്ലാവർക്കും കാണുന്നവർക്ക് ഒരു മെസ്സേജ്. കാരണം നമ്മള് എല്ലായിടത്തും നമ്മള് വീട്ടിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലായിടത്തും കിട്ടണം. ഇല്ല. ഞാൻ പാവപ്പെട്ട മീൻകാർ മുതൽ ഏറ്റവും കാശുള്ള മുതലാളിമാരുടെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഓരോ എക്സ്പീരിയൻസസും, അവരുടെ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലും, ഫുഡും, കംഫർട്ടും എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് ആള്, ഇതാണ് സന്തത സഹചാരി അല്ലേ? ഇതാണ് പാർട്ട്ണർ അദ്ദേഹം. ഓക്കെ, ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഈ 23 സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറക്കാനാവാത്ത 1-2 അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുമോ? എല്ലാവരും കാണുമല്ലോ എത്രയോ യാത്ര ചെയ്യുമ്പോൾ. കഴിഞ്ഞ 3.5 വർഷമായിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബിഗ് അച്ചീവ്മെന്റ്. അതിനകത്ത് സോ മെനി ഇൻസിഡൻസ് ആർ ദെയർ, might have been influenced much more. Can you recollect something like some incidents, some occasions? ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സ്ഥലങ്ങളെ തീരുമാനിച്ചുള്ളൂ. എവിടെ താമസിക്കണം എന്നോ ആരൊക്കെ മീറ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല. സ്ഥലങ്ങൾ പോകുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്യണം, അതായിരുന്നു എയിം. അങ്ങനെ മുരുടേശ്വർ എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ ടൗൺ എത്തി, കർണാടക.
മുരുടേശ്വർ ഫേമസ് ആണ്, വെരി ഫേമസ്. ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ്. അതെ, മറ്റേ വലിയ ശിവന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. സ്റ്റാച്യു ഉള്ള. അപ്പൊ അവിടെ എത്തിയപ്പോ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബീച്ചിൽ ക്യാമ്പ് ചെയ്യണം എന്നായിരുന്നു, ഓപ്പൺ ആയിട്ട്. അത് ഓപ്പൺ ആയിട്ട്. പക്ഷെ അവിടെ ഞാൻ ഒരു 2-3 ഇയേഴ്സ് ബാക്ക് 2018 ടൈമിൽ ഞാൻ പോയായിരുന്നു. അപ്പം അത്രയും കടകളും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പം പക്ഷെ ഞാൻ ഈ 21 അവിടെ എത്തിയപ്പം ഫുൾ കടകളും വന്നു, ആൾക്കാരും വന്നു, എല്ലാം വന്നിട്ട് ഫുള്ളായിരുന്നു. അപ്പം ക്യാമ്പ് ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ല. അപ്പൊ എന്നെ ഒരു ടൂറിസ്റ്റിന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുക്കൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് വന്ന് പറഞ്ഞു, ഇങ്ങനെ എവിടെന്നാ എന്ത് വന്ന. ഞാൻ പറഞ്ഞു, അപ്പൊ പുള്ളിക്കാരന് തമിഴ് അറിയായിരുന്നു. പുള്ളിക്കാരൻ ഇതൊരു ലീൻ പീരീഡ് ആയിരുന്നു, അപ്പം ഫിഷർമാനാ. അപ്പം ടൂറിസം പീരീഡ് ആയതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ജോലി ചെയ്യുന്നു. അപ്പം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിക്ക്, ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം, നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യണ്ട, ഇവിടെ ഒത്തിരി കള്ളന്മാരൊക്കെ. ശരി, ഓക്കെ. ഞാൻ വെയിറ്റ് ചെയ്ത് വൈകുന്നേരമായി. അടുത്ത് പോയി കാണുന്നു. പക്ഷെ പിന്നെ പെട്ടെന്ന് പുറകിന്ന് ഹോണൊക്കെ അടിച്ച് ബൈക്കിൽ വന്നു പുള്ളി. എന്നിട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ലൈക്ക് ഒരു റാൻഡം ആള് വീട്ടില് പോകുന്ന ഒരു. അതായത് നമ്മൾ പറയാറില്ലേ, ഒരു ജേർണിക്ക് പോകുമ്പോൾ അതും യു ആർ ദ ഓൺലി എലോൺ, ഒറ്റക്കുള്ള യാത്രയല്ലേ. അപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മളെ മനസ്സിലാക്കി വിടാറുണ്ട് മുതിർന്നവർ. അതായത് അത്രയും ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല, എല്ലായിടത്തും ഇറ്റ്സ് എ മാറ്റർ ഓഫ് എന്താ പറയുക, ചീറ്റിങ്, പിന്നെ ക്രൈംസ്. അപ്പൊ എങ്ങനെ വിശ്വസിച്ചു ആ പയ്യനെ അല്ലേ? ആ പയ്യൻ മിടുക്കനായിരുന്നു അല്ലേ, സഹായിച്ചു. ആ ഒരു ഇന്നസെൻസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റി. എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ വീടിന് മുമ്പിൽ ഇച്ചിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എനിവേ എനിക്ക് സേഫ് ആയിരിക്കും, വീടിന് മുമ്പിലായിരിക്കും ഞാൻ ക്യാമ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. പുള്ളിയുടെ വീട്ടിൽ പോയി, ചെറിയൊരു വീട്, ഷീറ്റ് ഒക്കെ ടാർപോളിനൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത ചെറിയ വീട്. എന്നിട്ട് പോയിട്ട് വിളിച്ച്, നീ ക്യാമ്പ് ഒന്നും ചെയ്യണ്ട, നീ വാ നമുക്ക് വീട്ടിൽ കിടക്കാം. സ്വന്തം എന്നിട്ട് സൈക്കിളൊക്കെ അകത്ത് കയറ്റി വെച്ചു. അവിടെ എനിക്ക് നല്ല വെള്ളമൊക്കെ തന്നു. എന്നിട്ട് ഞാൻ കുളിച്ച് റെഡിയായി. എനിക്ക് അവിടെ അന്ന് ക്യാച്ച് ചെയ്ത ഫ്രഷ് ഫിഷ് എനിക്ക് വിളമ്പി തന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായിരുന്നു, ദൂരം വന്നെന്ന് പറഞ്ഞ്. എന്നിട്ട് പുള്ളിക്കാരന്റെ സുഹൃത്തുക്കളെ എല്ലാം പരിചയപ്പെടുത്തി എന്നിട്ടാണ് വിട്ടത്. നല്ല മനസ്സുള്ളവരല്ലേ ഉണ്ട് നമുക്ക്. അതാണ് അവർക്ക് അത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതായത് അവർ എത്രയോ ആൾക്കാരെ കണ്ടുമുട്ടുന്നു, കടൽ തീരത്ത് കണ്ടുമുട്ടുന്നു. അപ്പൊ നിങ്ങൾ അവിടെ ഓപ്പൺ ആയിട്ട് ക്യാമ്പ് ചെയ്യാൻ പോയി, അവർക്ക് എന്തോ തോന്നി ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായി അല്ലേ. എനിക്കിപ്പോഴും അവനുമായിട്ട് കോണ്ടാക്റ്റും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സേജ്. വെരി മച്ച് ഹാപ്പി ടു ഹിയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ നിന്റെ കൂടെ കടലിൽ വരാൻ, ഞാൻ ഫോട്ടോ എടുക്കാം. അരുണാചലിൽ എത്തിയല്ലോ. എന്നാ എറണാകുളത്തിൽ ലാൻഡ് ചെയ്തേ? അരുണാചൽ ആക്ച്വലി നോർത്ത് ഈസ്റ്റ് ഉണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റില് ഞാൻ 2022 ആണ്. That means 2 years back. Yes, December. 2 years back Arunachal to North East എത്തി അല്ലേ? North East comprises 7 states. Okay. അപ്പോൾ 2 വർഷത്തെ 7 sisters and 8 brother. 8 brother. Yeah, 8 brother. എന്താ എക്സ്പീരിയൻസ് നോർത്ത് ഈസ്റ്റിനെ പറ്റി? പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മള് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളീസ് പ്രേക്ഷകര്, അവരുടെ ധാരണ ഇപ്പോഴും അരുണാചൽ എവിടെയാണ്, അങ്ങനെ സംസ്ഥാനമുണ്ടോ, ചൈനയിലാണോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ത്രോ ഡെവലപ്ഡ് ആയെന്ന് പറഞ്ഞാലും ഇത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർ ഇഷ്ടംപോലെ ഇപ്പോഴും ഉണ്ട്. അപ്പോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്ന് ഷെയർ ചോദിക്കുന്നത് ഈ ചോദ്യം. അതായത് നോർത്ത് ഈസ്റ്റിന്റെ അനുഭവങ്ങൾ. അരുണാചലിൽ പിന്നെ വരാം. നോർത്ത് ഈസ്റ്റിനെ പറ്റി ഒന്ന് കവർ ചെയ്യുന്നു. നോർത്ത് ഈസ്റ്റ് ഒരു വളരെ ഡൈനാമിക് ഒരു ടെറൈനാണ്. റോഡ്സ് എല്ലാം ചില സ്ഥലത്തെല്ലാം അത്രയും നല്ലതല്ല. പീപ്പിൾ ഇപ്പോഴും ഇച്ചിരി അഡ്വാൻസ്മെന്റ് വരാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ ന്യൂസ് നോർത്ത് ഈസ്റ്റിൽ വരുന്നത് മെയിൻലാൻഡിൽ വരത്തുമില്ല. അതിന്റെ ഒരു സങ്കടവും ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ പ്രോജക്റ്റില് നോർത്ത് ഈസ്റ്റിന് ഒരു വലിയൊരു ഭാഗമായിട്ട് മാറ്റി വെക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം മൊത്തം തീർത്തിട്ടേ പോവാന്ന് ഓർത്ത്. You have completed the project in the northeast. This is the last state, Arunachal Pradesh, my state എന്ന് പറയാം. എന്താ അനുഭവം അരുണാചലിനെ പറ്റി? അരുണാചൽ ഡൈനാമിക് ആണ്. കുറെ ട്രൈബ്സ് ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ 25 മേജർ ട്രൈബ്സ് ഉണ്ട് ഇവിടെ. ഓരോ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്. അപ്പൊ അവരുടെ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവര് കുറെ ആൾക്കാർ ആനിമിസ്റ്റിക് ബിലീവേഴ്സ് ആണെന്നും
പിന്നെ അവരുടെ എന്തൊക്കെയാ റിച്വൽസും അതിന്റെ Rituals. ഉള്ള ഫുഡ് സ്റ്റൈലും യെസ് ജീവിത കണ്ടീഷൻസും അവരെന്താ ജീവിക്കുന്നത്, എങ്ങനെയാ ജീവിക്കുന്നത്, Okay. ഒക്കെ പഠിക്കാൻ പറ്റി. റൈറ്റ് നമിൻചി അരുണാചലിൽ ഏതെല്ലാം പ്രദേശത്ത് പോയിട്ടുണ്ട്? അരുണാചൽ എവിടെല്ലാം കറങ്ങി? ഞാൻ കഴിഞ്ഞ വർഷം തവാങ്ങിലായിരുന്നു. ആ. വിന്റേഴ്സ് കഴിഞ്ഞ വർഷം ഇറ്റ്സ് എ മാറ്റർ ഓഫ് 1 year back. യെസ്. ഞാൻ മാറ്റി ഈ സൈഡ് ലൈക്ക് ഈസ്റ്റേൺ സൈഡ് Eastern. അരുണാചൽ പ്രദേശ് മാറ്റി വെച്ചത് കാരണം ഫോട്ടോസ് എടുക്കാനും പ്രകൃതി വെച്ചാലും കൂടെ ലൈക്ക് ഡ്യൂറിംഗ് ദ ഹാർവസ്റ്റ് സീസൺ എനിക്ക് കവർ ചെയ്യുന്നത്. വിന്റർ സീസൺ ദിസ് ഇസ് ദ ഹാർവെസ്റ്റിംഗ് ടൈം. അപ്പം അതുകൊണ്ട് ഐ ഡിലേഡ് ഇറ്റ് എ ബിറ്റ് ആൻഡ് ദെൻ കെയിം ബാക്ക് അഗൈൻ. ഓക്കെ ബിക്കോസ് തവാങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് തവാങ് ദ മോസ്റ്റ് the favorite tourist destinations across the world, not only Indians. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് തവാങ് വരുന്ന അനുഭവം ഒത്തിരി ഉണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ബെസ്റ്റ് സീസൺ ആണ് ഇപ്പൊ തവാങ്ങിന്റെ. എന്താ അനുഭവം? ചൈന ബോർഡർ, ടിബറ്റിന്റെ ബോർഡർ എന്നാ പറയാൻ എനിക്കിഷ്ടം. ടിബറ്റിന്റെ ബോർഡറിന്റെ സൈഡിലാണ് തവാങ്. ഭൂട്ടാന്റെ ബോർഡറും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈസ്റ്റേൺ ഹിമാലയൻ ബെൽറ്റിന്റെ അടിയിൽ വരും തവാങ്ങിന്റെ ഏരിയ. സോ എനിക്ക് മൗണ്ടൻസ് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ഓൾവേസ് ഒരു ഫാസിനേഷൻ ആയിരുന്നു ചെറുപ്പം മുതൽ. കുന്നും മലകളും അല്ലെ, നദിയും പുഴയും. അപ്പം തവാങ് ഹാസ് ഏഷ്യാസ് സെക്കൻഡ് ലാർജസ്റ്റ് മൊണാസ്ട്രി തവാങ് മൊണാസ്ട്രി. അപ്പം അതിന്റെ കോൾഡ് ക്ലൈമറ്റ്സും വിന്റേഴ്സും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. യു ഫുള്ളി എക്സ്പ്ലോർഡ്. ഓക്കെ, നമീൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു ഗ്രേറ്റ് മിഷനുമായിട്ടാണ് 2021 സൈക്കിൾ യാത്ര ആരംഭിച്ചത്. കോട്ടയം സ്വന്തം വീട്ടിൽ നിന്നും അമ്മ ഫ്ലാഗ് വീഴ്ത്തുകൊണ്ട്. ആ പ്രോജക്റ്റിന്റെ പേരെന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ പ്രോജക്റ്റിന്റെ പേര് ഇന്ത്യ ഓൺ സൈക്കിൾ എന്നാണ്. ഇന്ത്യ ഓൺ സൈക്കിൾ. ഓക്കെ, സോ അപ്പം ഞാനത് ആദ്യം ചോദിക്കേണ്ടതായിരുന്നു. കുഴപ്പമില്ല. ഇതാണ് എന്റെ പ്രോജക്റ്റിന്റെ ഇന്ത്യ ഓൺ സൈക്കിൾ. ഇന്ത്യ ഓൺ സൈക്കിൾ ബിഗ് പ്രോജക്ട്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം ഫോട്ടോഗ്രാഫ്, കൾച്ചർ, ലാൻഡ്സ്കേപ്പ് ആൻഡ് my experiences, whatever story comes in my way. Okay, അതാണ് ഇന്ത്യ ഓൺ സൈക്കിൾ. Okay, അപ്പൊ അതിന്റെ എൻഡിങ് ഐ വാണ്ട് ടു മേക്ക് എ ബുക്ക്, ഫോട്ടോ ബുക്ക്. That's I was about to ask you. Ending എന്തായിരിക്കും, കൺക്ലൂഷൻ എന്തായിരിക്കും? You want to make a book, ഒരു ഫോട്ടോ ബുക്കും ആൻഡ് മേജർ സിറ്റീസ് ഇൻ ഇന്ത്യയും മേ ബി അബ്രോഡ് ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്താനും വിത്ത് ദ ഫോട്ടോ. Very good. Where you are planning to have this exhibition, in Kerala or somewhere? കേരളയിൽ ഒന്ന് നടത്തണം. Then somewhere in South Bombay, then Bangalore, different destinations, major cities plan ചെയ്യുന്നുണ്ട്. Very good. And based on the success I planned outside India also, because outside India people would love to know more about different places of India, because India is very diverse. India diverse ആണ്. Definitely. നമ്മള് ഡിഫറെന്റ് കൺട്രീസ് അല്ല, നമ്മൾ ഒറ്റ ഒരു കൺട്രി ആണ്. സോ ഇത് എല്ലാം ഒത്തിരി കൾച്ചേഴ്സ് ഉള്ള എല്ലാ സ്റ്റേറ്റും അതിന്റെ ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. സോ ഇറ്റ് ഇസ് വെരി ഡൈനാമിക്. ആ ഒരു ഡൈവേഴ്സിറ്റി ആയിരിക്കും നമ്മളെല്ലാം യുണൈറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ? ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജസ്, ഡൈവേഴ്സിറ്റി ഇൻ അവർ കൾച്ചർ. എവരിവെയർ. Definitely, ethnicity. നോർത്ത് ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എത്നിസിറ്റി ഡിഫറൻസ് ഉണ്ട്. നോർത്തിൽ പോയാൽ ഒരു എത്നിസിറ്റി ഡിഫറൻസ് ഉണ്ട്. സൗത്തിൽ പോയാലും എത്നിസിറ്റി. ഓക്കെ, നവീൻചി, ഞാൻ അടുത്ത എന്റെ ചോദ്യം എന്താ വെച്ചാല്, ഇന്റർനാഷണലില് ഈ 3 വർഷം കൊണ്ടുള്ള ഈ ജേർണിയിലെ എക്സ്പെൻഡിച്ചർ വേണമല്ലോ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ. ഫ്യൂൽ വേണ്ട, നമ്മുടെ സ്വന്തം കൂട്ടുകാരനുണ്ട് സൈക്കിൾ അല്ലേ, സത്യമുണ്ട്. ബാക്കിയുള്ള ഭക്ഷണ കാര്യങ്ങളും അതുപോലുള്ള ഇപ്പം മുണ്ടേശ്വരത്ത് ആ ഒരു ഫ്രണ്ടിനെ കിട്ടി, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, ഭക്ഷണമൊക്കെ. അത് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസും പല സ്റ്റേറ്റ്സ് കറങ്ങി വരുമ്പോൾ ആ സ്റ്റേറ്റ്സിൽ തന്നെ പല ഡെസ്റ്റിനേഷൻസ് ഉണ്ടല്ലേ, കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും സ്റ്റേ ആണുള്ള ആ ഒരു ഫെസിലിറ്റീസും എങ്ങനെ മാനേജ് ചെയ്തു? അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൂടെ ഒരു ടെന്റ് ഉണ്ട്, കുക്കിംഗ് കിറ്റും ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ആ കുക്കിംഗ് കിറ്റും ടെന്റും ഈ സൈക്കിളിൽ പോവോ? ഓ മൈ ഗോഡ്, ഇറ്റ്സ് അമേസിംഗ്. ഓക്കെ, ദെൻ ഒരു ചെറിയ സെറ്റപ്പ് ആണ്. അപ്പം ഇറ്റ്സ് ഓൾ കോമ്പാക്ട്. എക്സ്പെഡിഷൻ കിറ്റ് എന്ന് പറയും. അപ്പം അത് ക്യാരി ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇൻ കേസ് ഓഫ് എമർജൻസി. മെജോറിറ്റി ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സും ദാബോസും ഒക്കെ കുറെ കാണും ഓൺ ദ വേ. അപ്പം അവിടെയൊക്കെ ആയിരിക്കും എന്റെ ഭക്ഷണം. ഈ മൗണ്ടൻസ് ഏരിയാസിലൊക്കെ ആൾതാമസം ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഞാൻ ഇച്ചിരി റേഷൻ ക്യാരി ചെയ്യും. എന്നിട്ട് ഐ കുക്ക് ചില ഓട്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ
സാധനങ്ങൾ റാഗിയോ അങ്ങനത്തെ ഓക്കെ 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 I adjust. അങ്ങനെയാണ്. ഫൈനാൻസ് 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 സ്വന്തമായിട്ട് യാർൺ ചെയ്ത മണിയാണോ ഇപ്പോഴും സേവ് ചെയ്തിരിക്കുന്നത്? ആനുവലി ഐ ഡു എ പ്രിന്റ് സെയിൽ ഓൺലൈനിൽ. ഫോട്ടോസ് ആ. പ്രിന്റ് ആയിട്ട് ഞാൻ ഓൺലൈനിൽ സെല് ചെയ്യും. ഏത് ഫേമിനെ സെല് ചെയ്യുന്നേ? എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഞാൻ ഇപ്പൊ സെല് ചെയ്യാറുള്ളത്. എനിക്ക് മുമ്പ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഐ ഷട്ട് ഇറ്റ് ഡൗൺ. കാരണം ഞാൻ അപ്ലോഡ് ഒന്നും ചെയ്യാത്തതുകൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഷട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ ഓക്കെ. നൗ ത്രൂ ഓൺലി നവീൻജിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞോളൂ, നമ്മുടെ പ്രഷർ കേൾക്കട്ടെ. ഇറ്റ്സ് നവീൻ പോൾ ഫോട്ടോഗ്രാഫി. നമ്മുടെ വാങ്ങിക്കാനുള്ള കോർപ്പറേറ്റ്സ് എക്സാമ്പിൾസ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ഭാഗം അവരുടെ വാളിൽ ഫ്രെയിം ചെയ്യണം എന്ന് നോക്കുമ്പോൾ ചിലവര് ഇമേജ് ആയിട്ട് കണക്ട് ചെയ്യും, അവർക്ക് എന്താ മീനിങ് വരുന്ന ഇമേജസ് ആയിട്ട്. ഞാൻ ഒരു പ്രിന്റ് സെയിൽ ഇൻസ്റ്റാഗ്രാമിൽ നടത്തുമ്പോൾ അവര് മെസ്സേജ് ചെയ്ത് അങ്ങനെ അവർ നമ്മൾ കോൺടാക്ട് ആവും, നമ്മൾ സെല് ചെയ്യും. യെസ്. ഓക്കെ 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 ഓക്കെ. മെജോറിറ്റി ചിലപ്പോൾ പോകുന്നത് സൈക്കിളിലേക്കാണ്, പാർട്സ് മാറ്റുന്നു, ഇത് മാറ്റുന്നു. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഗിയറുള്ള സൈക്കിളാണ്. പറഞ്ഞേ. ഈവൻ എന്റെ കൂടെ ഇറങ്ങുമ്പോ ഇതുപോലെ അല്ലായിരുന്നു. എന്നിട്ട് സ്വന്തം കുട്ടപ്പനായിരുന്നു അതോ? അല്ല, ഫുൾ മാറി. മുമ്പിലത്തെ ഈ ഫ്രെയിം ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തതാണ്. ഒരു എൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിമിൽ ഇതൊരു ബാക്ക് കാരിയർ ആണ്, കാരിയറാണ്. അത് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് കാരിയർ ആക്കി മാറ്റി. ഇവിടെ ഇന്ത്യയിൽ സൈക്കിൾ ടൂറിംഗ് കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് ഗെറ്റിംഗ് സൈക്കിൾ പാർട്സ് ഇസ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഇതിന്റെ ഗിയർസ് ഒക്കെ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ ഗിയർ സിസ്റ്റം മാറ്റി, പിന്നെ പുറകിലത്തെ ഗിയറിംഗ് മാറ്റി, വീല് മാറ്റി, സ്പോക്സ് മാറ്റി. സോ ഓവറോൾ ടയേഴ്സ് ഇപ്പം മാറ്റാറായി. എത്ര ടയർ മാറി? ബാക്കിൽ 3 പ്രാവശ്യം. ഫ്രണ്ടില് ഇത് രണ്ടാമത്തെ ടയറായി. ബേസിക്കലി എന്റെ കയ്യിൽ ഒത്തിരി ലഗേജ് ഉണ്ട്, മെയിൻലി ക്യാമറ ഗിയർ ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു നിയറിംഗ് 30 കിലോസ് ക്യാരി ചെയ്യുന്നുണ്ട് ഡെയിലി സൈക്കിളില്. ഇത് വെച്ചോണ്ടാണോ മൗണ്ടൻ ക്ലൈംബ് ചെയ്തത്? ഓടിച്ചു കയറ്റി. ഓക്കെ. മോട്ടറില്ല, വെറും only gearing, only leg power and gear and mind. Then mind. My god, around 12,000 ശിഷ്ടം ഫീറ്റ് ഹൈറ്റ് ആണ് തവാങ്ങിലെ ഈവൻ സെലോട്ടപ്പ് എന്ന് പറഞ്ഞ ആ ഒരു മലകൾ. അതായത് 1-2 കിലോമീറ്റേഴ്സ് അല്ല, ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ കിടക്കുക മലയായിട്ട്. ആ മല കംപ്ലീറ്റ് സൈക്കിൾ എവിടെ കവർ ചെയ്തല്ലേ? ഇതിനെക്കാട്ടും ഹൈറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് ലഡാക്കില് 17,000 ഫീറ്റ് വരെ ഞാൻ സൈക്കിൾ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ചവിട്ടി കയറി പോവോ അല്ലേ? എത്ര നേരം ചവിട്ടി ഈ മല ഇങ്ങനെ? പിന്നെ റെസ്റ്റ് എടുക്കും. അപ്പം ഈ മൗണ്ടൻ പാസ് ഒക്കെ ചെയ്യുമ്പം നടുക്കായിട്ട് ഞാൻ ക്യാമ്പ് ചെയ്യും. എന്നിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് ഈ മൗണ്ടൻ പാസ് കവർ ചെയ്യുന്നത്. ദിവസത്തിൽ പറ്റത്തില്ല. എവിടെ പറ്റാനാട്ടാ? അത് ഒരു മൗണ്ടൻ ആണല്ലോ, ഇതിന് കിടക്കുകയല്ലേ മൗണ്ടൻ, ദെൻ ഡൗൺ, ദെൻ അപ്പ്. ഇങ്ങനെയാണല്ലോ തവാങ്ങിന്റെ റൂട്ട്. അതെ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പം ഓരോ മൗണ്ടൻ ടോപ്പ് എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്. പോലെ ഒരു മൈൽ സ്റ്റോൺ. അതെ. നമുക്ക് വയസ്സാകുമ്പോ ഒരു കഥയൊക്കെ പറഞ്ഞിരിക്കാം. തീർച്ചയായിട്ടും. കൊച്ചു കുട്ടികളോട് തന്നെ സ്വന്തം മക്കളോടൊക്കെ പറയാമല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് ഇങ്ങനെ ഫ്രീ മാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് അല്ലേ? എന്തുണ്ട് ഫ്രണ്ട്സിനെ പറ്റി അഭിപ്രായങ്ങൾ? ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ടോ? ഉറപ്പായിട്ടും വിളിക്കാറുണ്ട്. കോൺടാക്ട് ഒക്കെ ഉണ്ട്. അവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനമ്മ മിസ് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നു അല്ലേ? അവരൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ആണോ? ഭയങ്കര സപ്പോർട്ടാണ്. ചിലവർ എന്നെ ഫൈനാൻഷ്യലി ആയിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദാറ്റ്സ് ഗുഡ്. അടിപൊളി. ഇനി എന്താ അടുത്ത പ്ലാൻ? എന്നാ ഇവിടെ തിരിക്കുക? ഇത് നംസായി ആണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബഥനി കോളേജിന്റെ പ്രിമൈസസ് ആണ്, നംസായി ഡിസ്ട്രിക്റ്റിലാണ്. ഫാദർ ഉണ്ട് ഇവിടെ. ഫാദറിന്റെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ടാ യാത്ര? ഇനി ഞാൻ ടുവേർഡ്സ് ആസാം. ടിൻസുക്കിയ, സിപ്സാഗർ, ജോർഹാട്ട്, മാജുലി. ഒരു മാസം മുമ്പ് ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ. ഈ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലങ്ങളാണ്. പർട്ടിക്കുലർലി സിപ്സാഗർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒത്തിരി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഒക്കെ ഉണ്ട്. അഹോം കിങ്ഡത്തിന്റെ പാലസസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. മോണുമെന്റ്സ് ഉണ്ട്, ഞാൻ പോയി കവർ ചെയ്തേ ഉള്ളൂ. മാജുലിയും കൊള്ളാം. മാജുലി വലിയ സംഭവങ്ങളും കാണാനില്ലെങ്കിലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലങ്ങളാണ്. ഇങ്ങനെ ചുറ്റും വെള്ളക്കെട്ടുകളും. ഐലൻഡ് ആണല്ലോ, ടോട്ടലി ഐലൻഡ് ആണ്. ദിസ് ഇസ് ദ ബിഗസ്റ്റ് റിവർ ഐലൻഡ് ഇൻ ദ വേൾഡ് ആണ്.
അപ്പൊ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ചുറ്റിനും വെള്ളക്കെട്ടുകളൊക്കെയാണ്, നല്ല 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 സൗകര്യങ്ങളൊക്കെയാണ്. വലിയ എക്സ്പാൻഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല, അത് ചെറിയ റോഡുകളാണ്. റോഡ് ഇങ്ങനെ കെട്ടിപ്പോക്കിയ റോഡൊക്കെയാണ്. കാണുമ്പോൾ സന്തോഷം തോന്നും. അങ്ങനെയാണ്. അപ്പൊ ഇനി എത്ര സ്റ്റേഷൻ ഉണ്ട് അറിയാനായിട്ട്? ഇനിയും വെസ്റ്റ് ബംഗാൾ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒഡീഷ, തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്. ഓക്കെ, ദാറ്റ് മീൻസ് കറക്റ്റ് ചെയ്ത് കേരളം തിരിച്ചെത്തും അല്ലേ? ബാക്ക് ടു കേരള. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ തിരിച്ചെത്തും. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. പ്ലാനിങ് ഈസ് വെരി ഗ്രേറ്റ്. സോ ആക്ച്വലി 4 ഫേസ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത്. വെസ്റ്റേൺ ബെൽറ്റ്, നോർത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ ബെൽറ്റ്. Okay, we are going to conclude in the eastern belt. Right. അപ്പൊ മുമ്പോട്ടുള്ള യാത്രയ്ക്കും ഇനിയുള്ള 6 സ്റ്റേറ്റ്സുകളും വളരെ ഭംഗിയായിട്ട് ഇതുപോലെ ഈ ഒരു മൊമെന്റത്തിൽ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ enthusiastic മൈൻഡോട് കൂടി യാത്ര ചെയ്ത് ആൾക്കാരെയും കണ്ടു കേട്ട് എൻജോയ് ചെയ്ത് നിങ്ങളുടെ ആ മിഷൻ, ആ പ്രോജക്റ്റ് ഇന്ത്യ ഓൺ സൈക്കിൾ എന്ന ആ വലിയ മഹത്തരമായ ആ ഒരു കോൺസെപ്റ്റ് ആ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. റൈറ്റ്. വളരെ താങ്ക്സ് എന്നോട് സംസാരിച്ചതിന്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുപോലെ ഒരു മോട്ടിവേഷൻസ് ഉള്ളി ഒരു പ്രൊഫഷണൽ ഹോൾഡറാണ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഫോട്ടോഗ്രാഫിയിൽ ഒരു എന്താ പറയുക ഹോബിയായി അതിനെ ഒരു കരിയറായിട്ട് തന്നെ കൊണ്ടുപോകുന്നു അല്ലെ? പ്രൊഫഷണൽ കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് എല്ലാവർക്കും മോട്ടിവേഷൻ തന്നെയാണ്. എല്ലാവർക്കും അറിയില്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യണമെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മൈൻഡും ഫിസിക്കലും എല്ലാം കൂടെ സ്പിരിച്വൽ എല്ലാം കൂടെ ഒരു സെറ്റപ്പ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഈ തണും പിടിച്ച് ഇതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ജോക്ക്. എല്ലാവർക്കും പറ്റുന്നതല്ല. അത് നവീൻജി സാധിച്ചെടുക്കുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്കും അതുപോലുള്ള എല്ലാവർക്കും ഇതൊരു വലിയ മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമ്മൾ രണ്ടും ഒരേ സ്ഥലത്തുള്ളവരാണ്, കോട്ടയംകാരാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ കണ്ടിരിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ വളരെ മനോഹരമായ ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ നാംസായി. ഇവിടെ അറിയാത്ത യാത്ര തുടരുകയാണ് ആസാമിലേക്ക്, പിന്നെ വെസ്റ്റ് ബംഗാളിലേക്ക്. പോയി ഇനി എവിടെ നമ്മളെത്തും? നമ്മുടെ കോട്ടയത്തെത്തും. എന്നെത്തും നമ്മുടെ പ്രതീക്ഷ കണക്കൂട്ടലുകള്? 1.5 വർഷം. 3.5 വർഷം കൊണ്ട് 26 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു. ഇനി 1.5 വർഷം എടുക്കുന്നതാണ് നവീൻജി പറയുന്നത്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് എഴുതുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.